അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് മാത്സിലെ 4ാമത്തെ ചാപ്റ്ററാണ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രോബബിലിറ്റി, അതായത് ഒരു സംഭവം നടക്കാനുള്ള സാധ്യത വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ്. അതായത് ഒരു ബോക്സിൽ ഒരു ബ്ലാക്ക് ബീഡും ഒരു വൈറ്റ് ബീഡും ഉണ്ട്. അതിൽ നിന്നൊരു വൈറ്റ് ബീഡ് എടുക്കുകയാണെങ്കിൽ ഏത് കളർ കിട്ടുമെന്നാണ് നമുക്ക് ഉറപ്പായി പറയാൻ പറ്റുന്നത്. ഒരു ബോക്സിൽ ഒരു ബ്ലാക്ക് ബീഡും ഒരു വൈറ്റ് ബീഡും ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഒരു ബീഡ് എടുക്കണമെങ്കിൽ, ഒരു മുത്തെടുക്കണമെങ്കിൽ അതിൽ ഏത് കിട്ടാനായിരിക്കും കൂടുതൽ സാധ്യത? അപ്പോൾ പകുതി സാധ്യതയാണ് അല്ലെ. ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് ബീഡ് കിട്ടും, അല്ലെങ്കിൽ വൈറ്റ് ബീഡ് കിട്ടും അല്ലെ. ഏതെങ്കിലും ഒന്നാവാം. ഇതാണ് സാധ്യതകൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ. ഇനി അതില് ഒരു 8 ബ്ലാക്ക് ബീഡ്സും 2 വൈറ്റ് ബീഡ്സും ആണ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ ബ്ലാക്ക് ബീഡ്സ് ആണ് കൂടുതൽ, അതുകൊണ്ട് ഒരു ബീഡ് എടുക്കുമ്പോൾ ബ്ലാക്ക് ബീഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. 8 ബ്ലാക്ക് ബീഡ്സും 2 വൈറ്റ് ബീഡ്സും ആണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഒരു ബീഡ് എടുക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത എന്തായിരിക്കും? ബ്ലാക്ക് ബീഡ് കിട്ടാനായിരിക്കും സാധ്യത അല്ലെ. ഇനി നമുക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് സിറ്റുവേഷൻ നോക്കാം. അതായത് 5 ബ്ലാക്ക് ബീഡ്സ് 5 വൈറ്റ് ബീഡ്സ് ഫസ്റ്റ് ബോക്സിൽ. ഇനി സെക്കൻഡ് ബോക്സിൽ 6 ബ്ലാക്ക് ബീഡ്സ് 4 വൈറ്റ് ബീഡ്സ്. അല്ല, നമ്മൾ ഒരു ഗെയിമിൽ ഒരു ബോക്സ് ചൂസ് ചെയ്ത് അതിൽ നിന്ന് ഒരു ബീഡ് എടുക്കണം. അതായത് ഒരു ബ്ലാക്ക് ബീഡ് എടുക്കണം. അപ്പൊ നമ്മൾ ഏത് ബോക്സ് ചൂസ് ചെയ്യും? അപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അല്ലെ, നമ്മൾ സെക്കൻഡ് ബോക്സേ ചൂസ് ചെയ്യുള്ളൂ അല്ലെ. അതിലാണ് കൂടുതൽ ബ്ലാക്ക് ബീഡ്സ്. അപ്പൊ സാധ്യത, പ്രോബബിലിറ്റി കൂടുതൽ ഏതാണ് കിട്ടാനായിട്ടുള്ള? ബ്ലാക്ക് ബീഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്തായാലും സെക്കൻഡ് ബോക്സിലാണ്. ഇനി നമുക്ക് ഒരു മാറ്റം ഇതിൽ നിന്ന് വരുത്തി നോക്കാം. അതായത് സെക്കൻഡ് ബോക്സിൽ നിന്ന് ഒരു ബ്ലാക്ക് ബീഡ് എടുത്ത് ഫസ്റ്റ് ബോക്സിലോട്ട് ഇടാം. അപ്പൊ ബോക്സസ് എങ്ങനെയാവും? ഫസ്റ്റ് ബോക്സിൽ 6 ബ്ലാക്ക് ബീഡ്സും 5 വൈറ്റ് ബീഡ്സും ഉണ്ടാവും. സെക്കൻഡ് ബോക്സിൽ 5 ബ്ലാക്ക് ബീഡ്സും 4 വൈറ്റ് ബീഡ്സും ഉണ്ടാവും. ഇപ്പോൾ ഏത് ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബീഡ്സ് കിട്ടാനായിട്ടുള്ള ചാൻസ് ആണ് കൂടുതൽ? അപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമുക്ക് പ്രോബബിലിറ്റി കമ്പയർ ചെയ്യാം. കാരണം ഫസ്റ്റത്തെ ബോക്സിലും സെക്കൻഡ് ബോക്സിലും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഓരോന്നാണ്. ഫസ്റ്റത്തെ ബോക്സിൽ 6 ബ്ലാക്കും 5 വൈറ്റും, സെക്കൻഡ് ബോക്സിൽ 5 ബ്ലാക്കും 4 വൈറ്റും ആണ്. അപ്പൊ നമുക്കിതിൽ പ്രോബബിലിറ്റി കമ്പയർ ചെയ്യാം. അതായത് ഫസ്റ്റ് ബോക്സിൽ ബ്ലാക്ക് ബീഡ്സ് എത്രയാണ്? 6 ആണ്. വൈറ്റ് ബീഡ്സ് എത്രയാണ്? 5 ആണ്. അപ്പൊ ടോട്ടൽ ബീഡ്സ് എത്രയാണ്? 6ഉം 5ഉം 11 ആണ് അല്ലെ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് എത്രയാണ്? ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത എത്രയാണ് ഇതില്? അതായത് മൊത്തം എത്ര ചാൻസസ് ഉണ്ട്? 11 പ്രാവശ്യം നമുക്ക് എന്തെടുക്കാം? ബീഡ്സ് എടുക്കാം. പക്ഷെ എത്ര പ്രാവശ്യം എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് എത്ര ബീഡ്സേ കിട്ടുള്ളൂ? 6 ബീഡ്സേ കിട്ടുള്ളൂ. അപ്പൊ പ്രോബബിലിറ്റി കണക്കാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബീഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഏത് ബീഡ്സ് ആണ് എടുക്കുന്നത്? നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്ലാക്ക് ബീഡ് ആണ്. ബ്ലാക്ക് ബീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 6 ആണ്. അതിൽ എത്ര സാധ്യതകളുണ്ട്? 11 പ്രാവശ്യം നമ്മൾ എടുക്കും. 11 പ്രാവശ്യം എടുക്കുമ്പോൾ എത്ര എണ്ണമേ കിട്ടുള്ളൂ? 6 എണ്ണമേ കിട്ടുള്ളൂ നമുക്ക്. അത് ചിലപ്പോൾ ലാസ്റ്റ് ആവാം, ഫസ്റ്റ് ആവാം, സെക്കൻഡ് ആവാം, 9th ആവാം, എപ്പോ വേണമെങ്കിലും ആവാം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യണത്?
നമ്പർ ഓഫ് ബീറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി കിട്ടും. ഇനി സെക്കൻഡ് ബോക്സിൽ അത് നോക്കാം. സെക്കൻഡ് ബോക്സിൽ എത്ര ബ്ലാക്ക് ബീറ്റ്സ് ഉണ്ട്? 5 ബ്ലാക്ക് ബീറ്റ്സ് ഉണ്ട്. എത്ര വൈറ്റ് ബീറ്റ്സ് ഉണ്ട്? 4 വൈറ്റ് ബീറ്റ്സ് ഉണ്ട്. ടോട്ടൽ ബീറ്റ്സ് എത്രയാണ്? 5 + 4 9 ആണ്. അപ്പൊ ബ്ലാക്ക് ബീറ്റ്സിന്റെ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ബീറ്റ്സ് എത്രയാണ്? ബ്ലാക്ക് ബീറ്റ്സ് കിട്ടാനുള്ള സാധ്യതകൾ എത്രയാണ്? 5 പ്രാവശ്യമേ കിട്ടുള്ളൂ. എത്ര ചാൻസസിൽ? 9 ചാൻസസിൽ. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോബബിലിറ്റി. ഇനി നമുക്ക് ഇതിൽ ഏതാണ് വലുത് നോക്കാനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ 6/11 ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 0.545 കിട്ടും. 5/9 ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 0.556 കിട്ടും. അപ്പൊ ഇതിൽ ഏതാണ് കൂടുതൽ ചാൻസ്, സാധ്യത കൂടുതൽ ഏതാണ്? പ്രോബബിലിറ്റി ഏതാണ് കൂടുതൽ? ഇതാണ്, സെക്കൻഡ് ബോക്സ് ആണ് അല്ലെ. ഇത് 54 ആണ്, അത് 55 ആണ് പോയിന്റ്. അതുകൊണ്ട് സെക്കൻഡ് ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബീറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് കൂടുതൽ. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? 5/9 ഈസ് ഗ്രേറ്റർ ദാൻ 6/11. അപ്പൊ ഇതില് വൈറ്റ് ബീറ്റ്സിന്റെ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ബീറ്റ്സ് എത്രയാണ്? വൈറ്റ് ബീറ്റ്സ് എത്രയാണ്? 5 ആണ്. ടോട്ടൽ എത്രയാണ്? 11. ഇതാണ് വൈറ്റ് ബീറ്റ്സിന്റെ പ്രോബബിലിറ്റി. ഈ സെക്കൻഡ് ബോക്സിൽ വൈറ്റ് ബീറ്റ്സിന്റെ പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ബീറ്റ്സ് എത്രയാണ്? വൈറ്റ് ബീറ്റ്സിന്റെ നമ്പർ 4 ആണ്. ടോട്ടൽ എത്രയാണ്? 9. 4/9 ആണ്. അപ്പൊ ഇതില് ബ്ലാക്ക് ബീറ്റ്സ് കിട്ടാനുള്ള സാധ്യത സെക്കൻഡ് ബോക്സിലാണെങ്കിൽ വൈറ്റ് ബീറ്റ്സ് കിട്ടാനുള്ള സാധ്യത എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ബോക്സിലായിരിക്കും. അപ്പൊ പ്രോബബിലിറ്റി കമ്പയർ ചെയ്യുമ്പോൾ എണ്ണം മാത്രം നോക്കിയിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്. പിന്നെന്താ? ഫേവറബിൾ ഔട്ട്കംസും പിന്നെ ടോട്ടൽ ഔട്ട്കംസും രണ്ടും നോക്കിയിട്ടാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പേജ് നമ്പർ 74-75 എക്സസൈസ് പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഇതേ സെയിം പ്രോബ്ലം തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോക്സ് കണ്ടെയ്ൻസ് 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ്. ഇഫ് എ ബോൾ ഈസ് പിക്ഡ് ഫ്രം ഇറ്റ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി that it is black and the probability that it is white? അതായത് ഒരു പെട്ടിയിൽ 6 കറുത്ത പന്തുകളും 4 വെളുത്ത പന്തുകളും ഉണ്ട്. ഇതിൽ നിന്നൊരു പന്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എന്താണ്? വെളുത്തതാകാനുള്ള സാധ്യത എന്താണ്? അപ്പൊ നമുക്കറിയാം ബ്ലാക്ക് ബോൾസ് എത്രയാണുള്ളത്? ബ്ലാക്ക് ബോൾസ് 6 ആണുള്ളത് അല്ലെ. വൈറ്റ് ബോൾസ് 4 ആണുള്ളത്. അപ്പൊ ഇതില് ബ്ലാക്ക് ബോൾസ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും വൈറ്റ് ബോൾസ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കറിയാം? ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതില് ബ്ലാക്ക് ബോൾസ് കണ്ടുപിടിക്കുമ്പോൾ ബ്ലാക്ക് ബോളിന്റെ ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? ബ്ലാക്ക് ബോളിന്റെ ടോട്ടൽ എത്ര ബ്ലാക്ക് ബോൾ ആണുള്ളത്? 6 ആണുള്ളത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾ ഈക്വൽ ടു 6 ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ബോൾ എത്രയാണ്? 6 + 4 ആണ് അല്ലെ, 10. മൊത്തം 10 ബോൾസ് ഉണ്ട്. അതായത് 10 ചാൻസസ് ഉണ്ട് എടുക്കാനായിട്ട്. അതിൽ എത്ര പ്രാവശ്യമേ കിട്ടുള്ളൂ ബ്ലാക്ക് ബോൾ? 6 പ്രാവശ്യമേ കിട്ടുള്ളൂ. അപ്പൊ പ്രോബബിലിറ്റി 6/10 ആണ്. ഇതാണ് ആദ്യത്തെ ആൻസർ, പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾ. പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ബോൾസ് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ വൈറ്റ് ബോൾസ് എത്ര ഉണ്ട്? 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 10. ഇനിയിപ്പോ ഇതില് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പോൾ 3/5 കിട്ടും.
ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2/5 കിട്ടും. എങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. 6/10 എന്ന് എഴുതിയാലും 3/5 എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് ബോൾസ് ആൻഡ് 7 ഗ്രീൻ ബോൾസ്. Another contains 8 red balls and 7 green balls. First question, if a ball is drawn from the first bag, what is the probability that is red? അതായത് ഒരു സഞ്ചിയിൽ 3 ചുവന്ന പന്തും 7 പച്ച പന്തുമുണ്ട്. ഒരു സഞ്ചിയിൽ 8 ചുവന്ന പന്തും വേറൊരു സഞ്ചിയിൽ 8 ചുവന്ന പന്തും 7 പച്ച പന്തും ഉണ്ട്. ആദ്യത്തെ സഞ്ചിയിൽ നിന്ന് ഒരു പന്ത് എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ അതില് ആദ്യത്തെ ഫസ്റ്റ് ബാഗും ഉണ്ട്. ഫസ്റ്റ് ബാഗിൽ എന്തൊക്കെയാണുള്ളത്? റെഡ് ബോൾ എത്രയാണ്? 3 ആണ്. ഗ്രീൻ ബോൾ എത്രയാണ്? 7 ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ടോട്ടൽ കാണേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. 3 + 7 10. ഓക്കെ. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റത്തെ ബാഗിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റെഡ് ബോളിന്റെ പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ എന്താണ്? റെഡ് ബോൾ എത്ര ഉണ്ട്? 3 ആണ്. 3/10 ആണ് പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് എടുത്താലോ? ഫ്രം ദ സെക്കൻഡ് ബാഗ്, അതായത് രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബോൾ എടുക്കണമെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ബാഗില് സെക്കൻഡ് ബാഗിൽ എന്തൊക്കെയുള്ളത്? സെക്കൻഡ് ബാഗിൽ എത്ര റെഡ് ബോളും ഗ്രീൻ ബോളും ഉണ്ട്? റെഡ് ബോള് 8 ആൻഡ് ഗ്രീൻ ബോൾ 7. അപ്പൊ ടോട്ടൽ ബോൾസ് എത്രയാ? 8 + 7 15. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ എന്ന് പറയുമ്പോൾ റെഡ് ബോൾ 8 ആണ്. 8/15 വരും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡിലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The balls in the bags are put together in a single bag. If a ball is drawn from this, what is the probability that it is red? രണ്ട് സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി അതിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത. അതായത് ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇത് മൊത്തം എത്രയാണ്? 2 സഞ്ചിയിലോട്ടാക്കാൻ പോണേണ്, 2 ബാഗ്സിലോട്ടാക്കാൻ പോണേ. അപ്പോൾ റെഡ് ബോളിന്റെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ മൊത്തം എത്ര റെഡ് ബോൾസ് ഉണ്ടാവും? ഫസ്റ്റത്തെ ബാഗിൽ 3 റെഡ് ബോൾസ്, സെക്കൻഡ് ബാഗിൽ 8 റെഡ് ബോൾസ്. അപ്പൊ മൊത്തം 11 റെഡ് ബോൾസ് ഉണ്ടാവും. അപ്പൊ റെഡ് ബോൾസിന്റെ പ്രോബബിലിറ്റി ചോദിച്ചത് കാരണം നമുക്ക് ഗ്രീൻ്റെ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ടോട്ടൽ ബോൾസ് എത്രയാണ്? ഫസ്റ്റത്തെ ബാഗിൽ 10, സെക്കൻഡ് ബാഗിൽ 15 അല്ലേ? അപ്പൊ മൊത്തം 25. അപ്പൊ റെഡ് ബോളിന്റെ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ എത്രയായാലും റെഡ് ബോളിന്റെ നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഓക്കെ. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി എന്ത് ചെയ്ത് ഒറ്റ ബാഗിലോട്ടാക്കി. അപ്പൊ എത്ര റെഡ് ബോളിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ മൊത്തം റെഡ് ബോൾ എത്രയാണ്? റെഡ് ബോളിന്റെ മാത്രം ചോദിച്ചുകൊണ്ടിട്ട് റെഡ് ബോളിന്റെ മാത്രം നോക്കിയാൽ മതി. ഗ്രീൻ ബോൾ ചോദിച്ചിട്ടില്ല. ചോദിക്കാനാണെങ്കിൽ ഗ്രീൻ ബോളിന്റെ മൊത്തം നോക്കണം. അപ്പൊ റെഡ് ബോളിന്റെ നമുക്കറിയാം എത്രയാണ്? ആദ്യത്തേല് 3, രണ്ടാമത്തേല് 8, മൊത്തം 11. പിന്നെ മൊത്തം ബോൾസ് എത്രയാണ്? ആദ്യത്തേല് 10, രണ്ടാമത്തേല് 15, മൊത്തം 25. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ.
A bag contains 3 red beads and 7 green beads. Another bag contains one more of each. The probability of getting a red from which bag is greater? അതായത് ഒരു സഞ്ചിയിൽ 3 ചുവന്ന മുത്തുകളും 7 പച്ച മുത്തുകളുമുണ്ട്. മറ്റൊരു സഞ്ചിയിൽ ചുവന്ന മുത്തുകളും പച്ച മുത്തുകളും ഓരോന്ന് കൂടുതലാണ്. ചുവന്ന മുത്ത് കിട്ടാൻ സാധ്യത കൂടുതൽ ഏത് സഞ്ചിയിൽ നിന്നാണ് എടുക്കുന്നത്? അപ്പൊ ഇതിലും എന്താണ്, 2 ബാഗ്സ് ഉണ്ട്. ഫസ്റ്റ് ബാഗും ഉണ്ട്, സെക്കൻഡ് ബാഗും ഉണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് ബാഗിൽ എത്ര റെഡ് ബീഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 3 എണ്ണം. ഗ്രീൻ ബീഡ്സ് എത്ര ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 7. അപ്പൊ ഫസ്റ്റ് ബാഗിൽ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ബീഡ്സ് എത്രയാണ്? 3 + 7 10 ആണ് അല്ലെ. ഇനി സെക്കൻഡ് ബാഗില് ഇവയിൽ നിന്നും ഓരോന്ന് കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതായത് റെഡ് ബീഡ് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. 3 1 കൂടുതൽ. ഗ്രീൻ ബീഡ് എത്ര ആയിരിക്കും? 7നേക്കാളും 1 കൂടുതൽ, 8 ആയിരിക്കും. അപ്പൊ ഇവിടെ ടോട്ടൽ എത്രയാണ്? 8 + 4 12 വരും. ഈ ചോദിച്ചേക്കുന്നത് എന്താണ്? രണ്ടിലും ഏത് ബാഗിൽ നിന്നാണ് റെഡ് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ രണ്ടിന്നും റെഡ് ബീഡിന്റെ പ്രോബബിലിറ്റി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റത്തെ ബാഗില് പ്രോബബിലിറ്റി ഓഫ് റെഡ് ബീഡ് എത്രയാണ്? 3/10 ആണ് അല്ലെ. സെക്കൻഡ് ബാഗിലോ എത്രയാണ് റെഡ് ബീഡ്? 4/12 ആണ്. ഇത് നമുക്ക് കട്ട് ചെയ്യാം അല്ലെ. എത്ര കിട്ടും? 2ല് 2/6 വരും. ഇനിയും കട്ട് ചെയ്യാം. അപ്പൊ 1/3 വരും. അപ്പൊ ഇതെന്ത് കിട്ടും? 1/3 കിട്ടും. ഇത് 3/10 കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുമ്പോഴും നമുക്ക് അറിയില്ല ഏതാണ് വലുതെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് പോയിന്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ LCM കാണാം. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇതിൽ നമുക്ക് LCM ചെയ്ത് നോക്കാം. അപ്പൊ ഇതിൽ രണ്ടിന്റെയും LCM എത്രയാണ്? LCM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ. LCM കാണാൻ അറിയാം, ഇങ്ങനെ ചെയ്യാനായിട്ടാന്ന് അറിയാം. പക്ഷെ ഇത് രണ്ടിനും കോമൺ ആയിട്ട് ഒന്നും ഇല്ല പോകണത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? LCM = 10 × 3 30 ചെയ്യാം. അപ്പൊ LCM കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 ഡിനോമിനേറ്ററും എന്താക്കണം? LCM ആക്കണം. അപ്പൊ താഴെ 30, 10ന് പകരം എന്താക്കണം? 30 ആക്കണം. അപ്പൊ 3/10 30 ആവുമ്പോഴായിട്ട് എന്ത് ചെയ്യണം? × 3 ചെയ്യണം. അപ്പൊ താഴെ ചെയ്താലും മുകളിലും ചെയ്യണം. അപ്പൊ ഇത് എത്ര കിട്ടും? 9/30 കിട്ടും. ഓക്കെ. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയാൽ മാത്രമേ ഇതിൽ ഏതാണ് വലുതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് എന്താ? 1/3നെ LCM വെച്ചിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ 3 ആണ്. ബാക്കി എന്ത്? അതായത് ഇത് നോക്കിയാൽ മതി നമ്മൾ. അതായത് 3 ഉള്ളിടത്ത് നമുക്ക് 10 കൊടുക്കാം, 10 ഉള്ളിടത്ത് നമുക്ക് 3 കൊടുക്കാം. ഓക്കെ. 10 ഉള്ളത് നമ്മൾ എവിടെ എന്ത് കൊടുത്ത്? 3 കൊടുത്തു. ഇനി 3 ഉള്ളിടത്ത് നമ്മൾ എന്ത് കൊടുത്തു? 10 കൊടുത്തു. അപ്പൊ അടിയിൽ ചെയ്താൽ മുകളിലും ചെയ്യണം. അപ്പൊ 1 × 10 10/30 കിട്ടും. അപ്പൊ 3/10 എന്ന് പറഞ്ഞാൽ എത്രയാ? 9/30 ആണ്. 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10/30 ആണ്. അപ്പൊ ഇതിൽ രണ്ടിനും ഏതാണ് വലുത്? മുകളിലത്തത് നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ മുകളിലത്തത് നോക്കിയാൽ മതി. ഏതാണ്? 10 അല്ലേ വലുത്. അതായത് 1/3 ആണ് വലുത്. അപ്പോ പ്രോബബിലിറ്റി ഏറ്റവും കൂടുതൽ ഏതാണ്? സെക്കൻഡ് ബാഗിൽ നിന്ന് എടുക്കാനായിട്ടാണ്. സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബീഡ്സ് കിട്ടാനായിട്ടാണ് കൂടുതൽ സാധ്യത. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പർ പ്രോബബിലിറ്റി ആണ്. സംഖ്യാ സാധ്യത. ഇവിടെ ബോൾസും ബീഡ്സും ഒന്നുമില്ല, നമ്പേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സും ഓരോ സ്ലിപ്പിൽ എഴുതി ഒരു ബോക്സിലിടുന്നു. അതിൽ നിന്നും റാൻഡമായി ഒരു സ്ലിപ്പ് എടുക്കുമ്പോൾ ഈവൻ നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ 1 മുതൽ
25 വരെ നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഈവൻ നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ 1 മുതൽ 25 വരെ എന്ന് പറയുമ്പോൾ അതിലെ ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? 25 അല്ലെ? ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഈവൻ നമ്പേഴ്സിന്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ 1 മുതൽ 25 വരെയുള്ളതിൽ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണുള്ളത്? 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ എത്ര ഈവൺ നമ്പേഴ്സിന്റെ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കാം. ഈവൺ നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 ഈവൺ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഈ പ്രോബബിലിറ്റി ഓഫ് ഈവൺ നമ്പേഴ്സ് എന്താണ്? 12 ഈവൺ നമ്പേഴ്സിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ 25. 12/25 ആണ് എന്ത്? 1 മുതൽ 25 വരെയുള്ള ഈവൺ നമ്പേഴ്സിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാല്. ഇനി അടുത്തത് സെയിം ക്വസ്റ്റ്യൻ തന്നെ, സെയിം 1 മുതൽ 25 വരെ നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഓഡ് നമ്പേഴ്സിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? അപ്പോ ഓഡ് നമ്പേഴ്സ്, പ്രോബബിലിറ്റി ഓഫ് ഓഡ് നമ്പേഴ്സ് എന്തായിരിക്കും? അപ്പൊ ടോട്ടൽ 25 തന്നെയാണ് അല്ലെ? 25 നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് എത്ര ഉണ്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 25 12 എന്താണ്? ഈവൺ നമ്പേഴ്സ് ആണ്. ബാക്കി എത്രയാണ്? ബാക്കി 13 എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ പ്രോബബിലിറ്റി എത്രയാണ്? 13/25. ഇനി ഇതിൽ തന്നെ 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ്, അതില് 3ന്റെ മൾട്ടിപ്പിൾസിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. മൾട്ടിപ്പിൾസ് ഓഫ് 3ന്റെ ഗുണിതങ്ങളുടെ പ്രോബബിലിറ്റി. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾസ്, 25 വരെയുള്ള 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 1 3s are 3, 2 3s are 6, 3 3s are 9, 4 3s are 12, 15, 18, 21, 24 അല്ലെ? അപ്പൊ ഇത്രയുമാണ് 3ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ ടോട്ടൽ എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 3 ടോട്ടൽ എത്രയാണ്? 25 തന്നെയാണ്. 3ന്റെ മൾട്ടിപ്പിൾസ് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 8 ഉണ്ട്. 8/25 ആണ് മൾട്ടിപ്പിൾസ് ഓഫ് 3ന്റെ പ്രോബബിലിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾസ് ഓഫ് 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന്. 6ന്റെ പ്രോബബിലിറ്റി കിട്ടാനുള്ള 6ന്റെ മൾട്ടിപ്പിൾസിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് 6ന്റെ ആൻസർ നിങ്ങൾ പറയുക. എന്താണെന്നുള്ളത്, 6ന്റെ പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് പറയാം.